എന്താ? മുജാഹിദുകൾ പല ജാതി ചികിത്സകളും നടത്താൻ തുടങ്ങി. എന്തൊക്കെ? മുജാഹിദിന്റെ സംസ്ഥാന നേതാവ് അഹമ്മദ് അലി മദനി സംസ്ഥാന കൗൺസിലിൽ വെച്ച് പ്രസംഗിച്ചു. ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ മുജാഹിദ് പള്ളികളുടെ ഓരോ പള്ളികളിലും ജിന്ന് ക്ലിനിക്കുകൾ ആരംഭിക്കണമെന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മുജാഹിദ് മൗലവിമാർ വരെ ആവശ്യപ്പെടാൻ തുടങ്ങി. എല്ലായിടത്തും ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ വേണം. ആ മൗലവിമാർ പറഞ്ഞതാ. കാരണം മുജാഹിദുകൾ ജിന്ന് ചികിത്സകൾ തുടങ്ങി. എന്തൊക്കെ ചികിത്സ? അബ്ദുൽ ലത്തീഫ് മൗലവി അത് വിശദീകരിക്കുന്നത് കേട്ടോളൂ. മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറിക്കൂടുമെന്നും കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല, അതിനാത്മീയമായ ചികിത്സകൾ വേണം. അത് വടികൊണ്ടുമാവാം. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മൾ അത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് സ്ഥലത്ത് രണ്ട് ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലും അല്ല. കാരണം എന്താ? സ്കൂളും കഴിഞ്ഞിട്ടില്ല, മദ്രസയും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കഴിയണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കുകയാണ്. എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ അളകുന്നു കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു, ഈ വിരലിന്മേലാണ് ജിന്ന്. ഈ വിരലിന്മേലാണ് ജിന്ന്. എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടു. തീർന്നില്ല. തൊട്ടടുത്തുടനെ ഇടമണ്ണയിലെ മുണ്ടയങ്ങരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി. ബാക്കി പറയണ്ടല്ലോ. ബാക്കി പറയണ്ട. വളരെ മോശം പരിപാടിയല്ലേ?